ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10/9/2024 നടന്ന ഒരു എക്സാമിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്ന മുൻവർഷ ചോദ്യങ്ങളുടെ PDF ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ PDF നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടും. അപ്പോൾ PDF ആവശ്യമുള്ളവർക്ക് ഒന്നുകിൽ നമ്മുടെ ടെലഗ്രാം ചാനലായിട്ടുള്ള ആർടോക്സ് PSC എന്ന് പറയുന്ന ചാനലിൽ ജോയിൻ ചെയ്യാം. ടെലഗ്രാമിൽ ആർടോക്സ് PSC എന്ന് സെർച്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ വാട്സപ്പിൽ നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് വഴി കിട്ടും. 79026338 എന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ ഇതിൻ്റെ PDF നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ആദ്യത്തെ ചോദ്യമാണ്, ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങളിൽ പെടാത്തത് ഏതാണ്? ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങളിൽ പെടാത്തത്. അപ്പോൾ സമത്വത്തിനുള്ള അവകാശം, സ്വത്തവകാശം, സ്വാതന്ത്ര്യത്തിനായുള്ള അവകാശം, ചൂഷണത്തിനെതിരായുള്ള അവകാശം. അപ്പോൾ ഇതിൽ ഉൾപ്പെടാത്തത് ഏതാണ്? സ്വത്തവകാശമാണ്. ഓക്കെ, ഏതാണ്? സ്വത്തവകാശമാണ്. ഏതാണ് ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങളിൽ പെടാത്തത്? ക്വസ്റ്റ്യൻ നമ്പർ 2, 86-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നിലവിൽ വന്ന നിയമം ഏതാണ്? ഏതാണ് നിലവിൽ വന്നിട്ടുള്ളത്? ഓപ്ഷൻ സി, വിദ്യാഭ്യാസ അവകാശ നിയമമാണ് ഇത് പ്രകാരം നിലവിൽ വന്നിട്ടുള്ളത്. മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആയിരുന്നത് ആരാണ്? ഓപ്ഷൻ ഡി, ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് വരുന്നത്. ദെൻ നാലാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാനമാക്കി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം എന്നാണ് ചോദ്യം. നമ്മുടെ ഭരണാധികാരികൾക്ക് മേൽ ആർക്കും നിയന്ത്രണമില്ല, 18 തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്, ആരും നിയമത്തിന് അതീതരല്ല, ദെൻ സർക്കാരുകളുടെ കീഴിലാണ് നമ്മുടെ കോടതികൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. അതായത് രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റേറ്റ്മെന്റുകൾ മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. സോ 2, 3 എന്നിവയാണ് ശരിയായിട്ട് വരുന്നത്. ദെൻ അഞ്ചാമത്തെ ചോദ്യം, പാർലമെന്ററി ഭരണ സമ്പ്രദായ പ്രകാരം തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? അപ്പോൾ ഇവിടെ 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. സംസ്ഥാനങ്ങളിൽ നിയമസഭകളുണ്ട്, പാർലമെന്റിൽ ഭൂരിപക്ഷം നഷ്ടമായാൽ പ്രധാനമന്ത്രിക്ക് മറ്റു മന്ത്രിമാർക്കും അധികാരത്തിൽ തുടരാനാവില്ല, ജനങ്ങൾ നേരിട്ട് ഭരണത്തലവനെ തിരഞ്ഞെടുക്കുന്നു, കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി സഭകളുണ്ട്. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വരുന്ന ഓപ്ഷൻ സി ആണ്. ജനങ്ങൾ നേരിട്ട് ഭരണത്തലവനെ തിരഞ്ഞെടുക്കുന്നു എന്ന് പറയുന്നതാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. 6, ശരിയായി യോജിപ്പിച്ചിരിക്കുന്ന ജോഡി ഏതാണ്? ശ്രീനാരായണ ഗുരു സമത്വ സമാജമുണ്ട്, ദെൻ വൈകുണ്ഠസ്വാമി കേരള മുസ്ലിം ഐക്യസംഘം, അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, വക്കം അബ്ദുൽ ഖാദർ മൗലവി ശ്രീനാരായണ ധർമ്മപരിപാലന സംഘം. അപ്പോൾ ഇത് ശരിയായിട്ട് വരുന്നത് ഏതാണ്? അയ്യങ്കാളി സാധുജന പരിപാലന സംഘമാണ് ശരിയായിട്ട് വരുന്നത്. ശ്രീനാരായണ ഗുരു നമുക്കറിയാം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമാണ്, വൈകുണ്ഠസ്വാമി സമത്വ സമാജമാണ്, വക്കം അബ്ദുൽ ഖാദർ മൗലവി കേരള മുസ്ലിം ഐക്യസംഘം. ഓക്കെ, ഏഴാമത്തെ ചോദ്യം, വേദാധികാര നിരൂപണം എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? വേദാധികാര നിരൂപണം എന്ന കൃതി എഴുതിയിട്ടുള്ളത് ചട്ടമ്പി സ്വാമികളാണ്. വേദാധികാര നിരൂപണം എന്ന കൃതി എഴുതിയിട്ടുള്ളത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ് എഴുതിയിട്ടുള്ളത്. ദെൻ എട്ടാമത്തെ ചോദ്യം നോക്കാം. ഏത് പ്രക്ഷോഭത്തിന്റെ പ്രചാരണാർത്ഥമാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയത്? ഏതിൻ്റെയാണ്? ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചാരണാർത്ഥമാണ്. അപ്പോൾ ഏത് പ്രക്ഷോഭത്തിന്റെ പ്രചാരണാർത്ഥമാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയത് എന്ന് ചോദിച്ചാൽ ഖിലാഫത്ത് പ്രസ്ഥാനം. ഒൻപതാമത്തെ ചോദ്യം, ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായി പങ്കുവഹിച്ച ആദ്യ സമരം ഏതാണ്? ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായി പങ്കുവഹിച്ച ആദ്യ സമരമാണ് ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ്. പത്താമത്തെ ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്ന വ്യക്തി? ആനി ബസന്റ് ഉണ്ട്, അരുണ ആസഫ് അലി ഉണ്ട്, അക്കാമ ചെറിയാൻ ഉണ്ട്, കസ്തൂർബ ഗാന്ധി ഉണ്ട്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് അറിയപ്പെടുന്നത് മറ്റാരുമല്ല. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? അരുണ ആസഫ് അലിയാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ ആസഫ് അലി. ദെൻ അടുത്ത ചോദ്യം 11, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെ കാലക്രമത്തിലാക്കിയാൽ ശരിയുത്തരം. ഇപ്പൊ ചൗരി ചൗര സംഭവം, ദണ്ഡി യാത്ര, വൈക്കം സത്യാഗ്രഹം. ഇതിനെ നമ്മൾ ഓർഡറിലാക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് വരുന്നത് 1, 3, 2 എന്നിങ്ങനെ ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരിക. ദെൻ 12ാമത്തെ ചോദ്യം, നിസ്സഹകരണ സമരം പൂർണ്ണമായി നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം എന്താണ്? നിസ്സഹകരണ സമരം പൂർണ്ണമായി നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്ന സംഭവമാണ് ചൗരി ചൗര സംഭവമാണ് ഇത് ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത്.
13ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആരാണ്? ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആരാണ്? റാഷ് ബിഹാരി ബോസ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ. 14ാമത്തെ ചോദ്യം, ആത്മവിദ്യാസംഘം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചിട്ടുള്ളത് വാഗ്ബടാനന്ദനാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചിട്ടുള്ളത്. 15, സ്ത്രീകൾ നേരിട്ട ചൂഷണങ്ങൾക്കും വിവേചനത്തിനും എതിരെ കേരളത്തിൽ നടന്ന ആദ്യകാല സമരങ്ങളിൽ ഉൾപ്പെട്ടത് ഏതാണ്? മലബാർ കലാപം, വില്ലുവണ്ടി സമരം, കല്ലുമാല സമരം. ദെൻ ഓപ്ഷനിലുള്ള സവർണ ജാഥയാണ്. അപ്പൊ ഇതിൽ ആൻസർ ആയിട്ട് വരുന്ന കല്ലുമാല സമരമാണ് കേട്ടോ. സ്ത്രീകൾ നേരിട്ട ചൂഷണങ്ങൾക്കും വിവേചനത്തിനും എതിരെ കേരളത്തിൽ നടന്ന ആദ്യകാല സമരങ്ങളിൽ ഉൾപ്പെട്ടത് ഏതാണ്? കല്ലുമാല സമരമാണ്. 16, രാജ്യത്ത് ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി പ്രവർത്തിക്കാൻ അനുമതി ലഭിച്ചിട്ടുള്ള തുറമുഖം ഏതാണ്? എല്ലാവർക്കും അറിയാം, അത് നമ്മുടെ വിഴിഞ്ഞം തുറമുഖമാണ് രാജ്യത്തെ ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി പ്രവർത്തിക്കാൻ അനുമതി ലഭിച്ചത്. ദെൻ 2024 18ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എതിരില്ലാതെ വിജയിച്ച സ്ഥാനാർത്ഥി മുകേഷ് ദലാൽ മത്സരിച്ച സ്ഥലം ഏതാണ്? എവിടെ നിന്നുമാണ് എതിരില്ലാതെ വിജയിച്ചിട്ടുള്ളത്? എവിടെ നിന്നാണ്? സൂററ്റിൽ നിന്നുമാണ് കേട്ടോ. അപ്പൊ 2024 18ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എതിരില്ലാതെ വിജയിച്ച സ്ഥാനാർത്ഥി മുകേഷ് ദലാൽ മത്സരിച്ചിട്ടുണ്ടായിരുന്ന എവിടെ നിന്നുമാണ്? സൂററ്റിൽ നിന്നുമാണ്. ദെൻ 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗിന്റെ ഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ്? അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്, അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ ഭരണസമിതിയിൽ എല്ലാ മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷനും സ്ഥിര അംഗങ്ങളും ഉണ്ട്, ശരിയാണ്. 4 പാർട്ട് ടൈം അംഗങ്ങളും 2 അനൗദ്യോഗിക അംഗങ്ങളും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഇതിൽ ഉൾപ്പെടുന്നു, അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ പ്രധാനമന്ത്രി നിയോഗിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാരാണ് അനൗദ്യോഗിക അംഗങ്ങളായിട്ട് പ്രവർത്തിക്കുന്നത്, ശരിയാണ്. സോ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി 1, 2, 4 എന്നിവയാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. 19ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്ന വിഖ്യാത ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്ന വിഖ്യാത ഗ്രന്ഥം രചിച്ചിട്ടുണ്ടായിരുന്ന മറ്റാരുമല്ല, ആരാണ്? ഓപ്ഷൻ എ എം വിശ്വേശ്വര അയ്യയാണ് ഇത് രചിച്ചിട്ടുള്ളത്. 20, സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 2 പേജിലായിട്ടാണ് കിടക്കുന്നത്. 1, നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിനുള്ള ലയനക്കരാറ് തയ്യാറാക്കിയത് സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനും ചേർന്നാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഓക്കെ, അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് അപ്പോൾ ശരിയാണ്. 2, ലയനക്കരാർ അനുസരിച്ച് വിദേശകാര്യം, പ്രതിരോധം, ദെൻ അതുപോലെ തന്നെ വാർത്താവിനിമയം എന്നിവയുടെ നിയന്ത്രണം നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറണം, അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കേന്ദ്ര മന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിന്റെ ചുമതല ജവഹർലാൽ നെഹ്റുവിനായിരുന്നു, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. 4, സർദാർ വല്ലഭായ് പട്ടേൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിരുന്നു, അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഇവിടെ ശരിയായിട്ട് വരുന്ന ഓപ്ഷൻ എ 1, 2 എന്നിവ മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. 21, സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കടം എടുത്തത് ഏത് രാജ്യത്ത് നിന്നുമാണ്? സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നുമാണ് ഈ ഒരു ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത്. 22, പഞ്ചായത്തി രാജ് നഗരപാലിക സംവിധാനങ്ങൾ ഇന്ത്യയിൽ നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് പഞ്ചായത്തി രാജ് നഗരപാലിക സംവിധാനങ്ങൾ എന്നിവ ഇന്ത്യയിൽ നിലവിൽ വന്നത്. മെയ് 1, 2022 നിയമിതനായ നീതി ആയോഗിന്റെ ഉപാധ്യക്ഷൻ ആരാണ്? സുമൻ ബെറിയാണ് നീതി ആയോഗിന്റെ ഉപാധ്യക്ഷൻ. 24ാമത്തെ ചോദ്യം, ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ 3 പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് എന്നാണ്? എന്ന് മുതലാണ് ഇത് നിലവിൽ വന്നിട്ടുള്ളത്? 2024 ജൂലൈ 1 മുതലാണ് ഇന്ത്യ പാർലമെന്റ് പാസാക്കിയ 3 പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നിട്ടുള്ളത്. 25, ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഏതാണ്? ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശമാണ് ഉത്തര മഹാസമതലമാണ് ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത്. 26, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൂർവാചൽ കുന്നുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തുക. അപ്പൊ ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ് എന്ന് നോക്കാം നമുക്ക്. സമുദ്രനിരപ്പിൽ നിന്നും 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള കുന്നുകളാണിവ, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി ഇവിടെ സ്ഥിതി ചെയ്യുന്നു, ശരിയാണ്. ഒരു പ്രധാന തടാകമാണ് ദാല്, അല്ല, അത് നമ്മുടെ പൂർവാചലുമായിട്ട് ബന്ധമില്ല, തെറ്റാണ്. ദെൻ പതുക്കായ് ബൂം, മീസോ കുന്നുകൾ എന്നിവ കാണപ്പെടുന്നു, ശരിയാണ്. സോ 1, 2, 4 എന്നീ സ്റ്റേറ്റ്മെന്റുകളാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോകും. 27 കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരവോസ്. ഇവ ഏത് കൃഷിക്കാണ് അനുയോജ്യമായിട്ടുള്ളത്? അപ്പൊ കരവോസ് ഏത് കൃഷിക്കാണെന്ന് ചോദിച്ചാൽ കുങ്കുമപ്പൂവ്. ഓക്കെ, കുങ്കുമപ്പൂവിന്റെ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളതാണ് ഏതാണ്? കരവോസ് എന്ന് പറയുന്നത്. 28 താഴെ കൊടുത്തിരിക്കുന്ന ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ഏതെല്ലാം? ഓക്കെ, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി, മഹാനദി, ദാമോദർ. ഇതിൽ കിഴക്കോട്ടൊഴുകുന്നത് ഏതാണ്? മൂന്നാമത്തെ സെറ്റാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന. ഓക്കെ, കിഴക്കോട്ടല്ല, പടിഞ്ഞാറോട്ട് ഒഴുകുന്ന മൂന്നാമത്തെ സെറ്റാണ് ഏതാണ്? നർമ്മദ, താപ്തി എന്നിവയാണ്. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, ദെൻ അതുപോലെ തന്നെ മഹാനദി, ദാമോദർ ഒക്കെ എങ്ങോട്ടാണ്? കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ്. ദെൻ ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ള കാരക്കോറം, സസ്കർ, ബനിഹാള്, ദെൻ പീർപ്പാഞ്ചൽ. ഓക്കെ, അപ്പോൾ കാരക്കോറം, സസ്കർ, ബനിഹാള്, ദെൻ ഓപ്ഷൻ ഡി പീർപ്പാഞ്ചലാണ്. അപ്പം ഇതിൽ ഒറ്റപ്പെട്ടത് വരുന്ന ബനിഹാളാണ്. ബാക്കി കാരക്കോറം ആയിക്കോട്ടെ, സസ്കർ ആയിക്കോട്ടെ, പീർപ്പാഞ്ചൽ ആയിക്കോട്ടെ മലനിരകളാണ്. ഓക്കെ, ദെൻ 30 കേരളത്തിൽ ഇടവപ്പാതി എന്നറിയപ്പെടുന്ന മൺസൂൺ കാലം ഏതാണ്? കേരളത്തിലെ ഏത് മൺസൂൺ കാലത്തെയാണ് ഇടവപ്പാതി എന്നറിയപ്പെടുന്നത്? ഏതാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ് കേരളത്തിലെ ഇടവപ്പാതി എന്നറിയപ്പെടുന്നത്. ഏതിനെയാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ്. ഓക്കെ, ദെൻ കായിക കേരളത്തിന്റെ പിതാവ് ആരാണ്? കായിക കേരളത്തിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ഗോദവർമ്മ രാജയാണ്. കായിക കേരളത്തിന്റെ പിതാവാണ് ഗോദവർമ്മ രാജ. ദെൻ കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ് NH-66 ആണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത. 33 താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? അതായത് ജലവൈദ്യുത പദ്ധതികളും ജില്ലകളും കൊടുത്തിട്ടുണ്ട്. ഇതിൽ തെറ്റായിട്ട് വരുന്നത് ഏത് എന്നാണ്. അപ്പോൾ പെരിങ്ങൽകുത്ത് എറണാകുളം തെറ്റാണ്, കുറ്റ്യാടി കോഴിക്കോട് ശരിയാണ്, കല്ലട കൊല്ലം ശരിയാണ്, ചെങ്കുളം ഇടുക്കി ശരിയാണ്. സോ തെറ്റായിട്ടുള്ളത് ഏതാണ്? നമ്മുടെ ഉത്തരം വരിക ഓപ്ഷൻ എ, പെരിങ്ങൽകുത്ത് എറണാകുളമാണ് തെറ്റായിട്ടുള്ള വരിക. ദെൻ 34 കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കായൽ. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കായൽ ഏതാണ്? ഉപ്പളക്കായലാണ് കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ളത്. ദെൻ കേരളത്തിലെ ഏക കന്യാവനം ഓപ്ഷൻ എ അഗസ്ത്യവനമാണ്. ദെൻ ഓപ്ഷൻ ബി പീച്ചി, ഓപ്ഷൻ സി പറമ്പിക്കുളം, ഓപ്ഷൻ ഡി സൈലന്റ് വാലി. ഓപ്ഷൻ ഡി സൈലന്റ് വാലിയാണ് കറക്റ്റ് ആൻസർ കേട്ടോ. കേരളത്തിലെ ഏക കന്യാവനം ഏതാണ്? സൈലന്റ് വാലിയാണ് കേരളത്തിലെ ഏക കന്യാവനം. ദെൻ ചിമ്മിനി വന്യജീവി സങ്കേതം സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ജില്ലയിലാണ് ചിമ്മിനി വന്യ സംരക്ഷണ കേന്ദ്രം ഉള്ളത്? തൃശ്ശൂർ ജില്ലയിലാണ് ചിമ്മിനി വന്യ സംരക്ഷണ കേന്ദ്രമുള്ളത്. ദെൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പദ്ധതി വിവരങ്ങൾ തയ്യാറാക്കുന്ന സോഫ്റ്റ്വെയറിന്റെ പേര് എന്താണ്? സഞ്ജയ, സുലേഖ, സാഖ്യ, സങ്കേതം. ഏതാണ്? സുലേഖയാണ് കേട്ടോ. സുലേഖ എന്ന സോഫ്റ്റ്വെയർ ആണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പദ്ധതി വിവരങ്ങൾ തയ്യാറാക്കുന്ന സോഫ്റ്റ്വെയറിന്റെ പേരാണ് ഏതാണ്? സുലേഖ. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏത് എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. കേരള സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണ് അഥവാ ചെങ്കൽ മണ്ണാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം. ദെൻ യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന ആദ്യ നഗരം ഏതാണ്? എല്ലാവർക്കും അറിയാം ഏതാണ്? കോഴിക്കോടാണ്. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ നഗരമാണ് കോഴിക്കോട്. 41 ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് ഓപ്പറേഷൻ ആയി പ്രവർത്തിക്കാനുള്ള അനുമതി ലഭിച്ചത് ഏത് തുറമുഖത്തിനാണ്? ഏതിനാണ്? റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. വിഴിഞ്ഞത്തിനാണ് ഈ അനുമതി ലഭിച്ചിട്ടുള്ളത്. 2024 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ തീം 2024 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ തീമാണ് യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നതാണ് ഇതിന്റെ തീം വരുന്നത്. ഓക്കെ, ദെൻ കുടുംബശ്രീയുടെ 25ാം വാർഷികത്തിന്റെ ഭാഗമായി ബഡ്സ് സ്കൂളിലെ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഇതിനു വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതി മുകുളം പദ്ധതിയാണ് കേട്ടോ. ഏതാണ്? കുടുംബശ്രീയുടെ 25ാം വാർഷികത്തിന്റെ ഭാഗമായി ബഡ്സ് സ്കൂളിലെ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏതാണ്? മുകുളം പദ്ധതി. 44 ഡെമോക്രസി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? ഡെമോക്രസി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ആരാണ്? ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ദെൻ മഞ്ഞ് എന്ന നോവൽ എഴുതിയത് ആരാണ്? മഞ്ഞ് എന്ന നോവൽ എഴുതിയിട്ടുള്ളത് ആരാണ്? MT വാസുദേവൻ നായരാണ് മഞ്ഞ് എന്ന നോവൽ എഴുതിയത്. 46
അമൃത ഷേർഗിൽ ഏത് മേഖലയിൽ പ്രശസ്തയായ വ്യക്തിയാണ്? അമൃത ഷേർഗിൽ ശില്പകലയുണ്ട്, ചിത്രകലയുണ്ട്, ദെൻ ഓപ്ഷനിൽ നൃത്തം, സംഗീതം. അങ്ങനെയാണ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ശില്പകല, ചിത്രകല, നൃത്തം, സംഗീതം. ഉത്തരം വരുന്ന ഏതാണ്? അമൃത ഷേർഗിൽ. ചിത്രകലയിൽ പ്രശസ്തി ആർജിച്ച വ്യക്തിയാണ് അമൃത ഷേർഗിൽ. ദെൻ 47 ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥനാണ്. ശരിയായിട്ടുള്ളതാണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ എർണസ്റ്റ് ബോർലോഗ് ആണ്. ശരിയാണ്. അപ്പം ഇന്ത്യൻ ഹരിത വിപ്ലവം MS സ്വാമിനാഥൻ, ഹരിത വിപ്ലവം പിതാവ് നോർമൻ എർണസ്റ്റ് ബോർലോഗ്. നോർമൻ എർണസ്റ്റ് ബോർലോഗിന് നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ശരിയാണ്. ഡോക്ടർ MS സ്വാമിനാഥന് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ എന്താണ്? എല്ലാം ശരിയാണ്. ഓക്കെ, ആൻസർ വരിക എല്ലാം ശരിയാണ് എന്ന ആൻസർ ആണ് വരിക. ദെൻ 2022 അന്തരിച്ച പ്രശസ്ത ഫുട്ബോൾ താരം പെലെ ഏത് രാജ്യക്കാരനാണ്? എല്ലാവർക്കും അറിയാലോ, ബ്രസീലുകാരനാണ് പെലെ. ഏത് രാജ്യക്കാരനാണ്? ബ്രസീലുകാരനാണ്. ദെൻ ഗഗൻയാൻ മിഷനുമായി ബന്ധമില്ലാത്ത വ്യക്തി ആരാണ്? R ഹട്ടൺ, പ്രശാന്ത് ബാലകൃഷ്ണൻ, VR ലളിതാംബിക, നിഗാർ ഷാജി. ഇതിൽ ബന്ധമില്ലാത്തത് ആരാണ്? നിഗാർ ഷാജിയാണ്. ജർമ്മൻകാരനായ ഫെറൻക് ക്രൗസിന് ഏത് വിഭാഗത്തിനാണ് നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത്? ഏത് വിഭാഗത്തിനാണ്? ഭൗതിക ശാസ്ത്രത്തിലാണ് കേട്ടോ. ജർമ്മൻകാരനായ ഫെറൻക് ക്രൗസിന് ഏത് വിഭാഗത്തിനാണ് നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത്? ഭൗതിക ശാസ്ത്രത്തിനാണ് നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. ദെൻ 51ാമത്തെ ചോദ്യം, 2022 നടന്ന ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്ന് കണ്ടെത്തുക. 2022 ഫുട്ബോൾ ലോകകപ്പ് കിരീടം അർജന്റീന നേടി. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഗോൾഡൻ ബൂട്ട് നേടിയത് ലയണൽ മെസ്സി ആയിരുന്നു, അല്ല കെലിയൻ എംബാപ്പയാണ്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഫൈനലിൽ അർജന്റീന ഫ്രാൻസിനെ തോൽപ്പിച്ചു. അതും ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ആക്ച്വലി വരുന്നത് ഏതൊക്കെയാണ്? 1, 3 എന്നിവയാണ് ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. എന്തൊക്കെയാണ് ചേരുംപടി ചേർക്കാൻ? ഒരു സൈഡിൽ ആണവ നിലയങ്ങളുണ്ട്, മറു സൈഡിൽ സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ താരാപൂർ, കൈഗ, നറോറ, കൽപ്പാക്കം. അപ്പോൾ ഇത് ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ എനിവേ താരാപൂർ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ 1, 3 വരും. 2 കൈഗ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കർണാടകയിലാണ് കൈഗ സ്ഥിതി ചെയ്യുന്നത്. 2 1 വരും. ദെൻ നറോറ ഉത്തർപ്രദേശിലാണ്. സോ 3 4 വരും. ദെൻ കൽപ്പാക്കം തമിഴ്നാട്ടിലാണ്. 4 2 വരും. ദെൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരിക. ഓപ്ഷൻ എ ആണ്. ദെൻ ചെറുകുടലിന്റെ ഭിത്തിയിൽ കാണുന്ന വിരലുകൾ പോലുള്ള സൂക്ഷ്മങ്ങളായ ഭാഗങ്ങളാണ് ആഹാരത്തിൽ നിന്നും പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത്. ഈ ഭാഗത്തിന്റെ പേര് എന്താണ്? ഈ ഭാഗത്തിന്റെ പേരാണ് വില്ലസുകൾ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. വില്ലസുകൾ. ദെൻ നെക്സ്റ്റ് 54, നിശാന്തത ഒരു അപര്യാപ്തത രോഗമാണെന്ന് പറയാനുള്ള കാരണം എന്താണ്? വിറ്റാമിൻ എയുടെ കുറവ് കൊണ്ടുണ്ടാകുന്നു, അയഡിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്നു, മാംസ്യത്തിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്നു. ഇവയൊന്നുമല്ല. എന്താണ്? വിറ്റാമിൻ എയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ്. 55, കാർഷിക ഉൽപാദനങ്ങളുടെ മൂല്യവർദ്ധനവും വിപണനവും അടിസ്ഥാനമാക്കി കൃഷി വകുപ്പ് ഓരോ വർഷവും സംഘടിപ്പിക്കുന്ന സംരംഭത്തിന്റെ പേര് എന്താണ്? ഓരോ വർഷവും സംഘടിപ്പിക്കുന്ന സംരംഭമാണ് വൈഗ. ഓക്കെ, അപ്പോൾ കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവും വിപണനവും അടിസ്ഥാനമാക്കി കൃഷി വകുപ്പ് ഓരോ വർഷവും സംഘടിപ്പിക്കുന്ന സംരംഭമാണ് ഏതാണ്? വൈഗ എന്ന സംരംഭം. ഓക്കെ, ഒരു മരത്തിന്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു മരത്തിന്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ശെന്തുരുണി വന്യജീവി സങ്കേതം. ശെന്തുരുണി വന്യജീവി സങ്കേതം ഉള്ളത് ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ് ശെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. കൊല്ലം ജില്ലയിലാണ്. ദെൻ രക്തത്തിലെ ഓക്സിജൻ സംവഹന ശേഷി കുറയ്ക്കുന്ന ഏത് വാതകമാണ് വാഹനങ്ങളുടെ പുകയിൽ അടങ്ങിയിട്ടുള്ളത്? ഓക്കെ, ഏത് വാതകമാണ് അടങ്ങിയിട്ടുള്ളത്? കാർബൺ മോണോക്സൈഡ് ആണ് കേട്ടോ. ഏതാണ്? കാർബൺ മോണോക്സൈഡ് ആണ് രക്തത്തിലെ ഓക്സിജന്റെ സംവഹന ശേഷി കുറയ്ക്കുന്ന ഏത് വാതകമാണ് വാഹനങ്ങളുടെ പുകയിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ കാർബൺ മോണോക്സൈഡ്. ഹരിത കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡറായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? KJ യേശുദാസ് ആണ്. ദെൻ
കേരളത്തിൽ ആദ്യമായി തക്കാളി ഗ്രാമം പദ്ധതി നടപ്പിലാക്കിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കേരളത്തിൽ ആദ്യമായിട്ട് തക്കാളി ഗ്രാമം പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ള ഗ്രാമപഞ്ചായത്താണ് ആനാട് ഗ്രാമപഞ്ചായത്ത്. ഓക്കെ, ആനാട് ഗ്രാമപഞ്ചായത്താണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന വാതകം ഏതാണ്? അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന വാതകം ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാണ്? അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന വാതകമാണ് നൈട്രജൻ ആണ്. ദെൻ 61 നീല ലിറ്റ്മസ് പേപ്പർ നാരങ്ങാ നീരിൽ മുക്കുമ്പോൾ ചുവന്ന നിറമാകുന്നതിന്റെ കാരണം എന്താണ്? എന്താണ് ചുവന്ന നിറമാകുന്നതിന്റെ കാരണം? നാരങ്ങാ നീരിന് ആസിഡിന്റെ സ്വഭാവമാണ്, അതുകൊണ്ടാണ് ഇത് ചുവന്ന നിറമാകുന്നത്. ദെൻ 62 ഒരു സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ മാറ്റം ഏതാണ്? ഒരു സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ മാറ്റമാണ് സൗരോർജം വൈദ്യുതോർജമായി മാറുന്നു. ദെൻ 63 സൗരയൂഥത്തിന്റെ നിലനിൽപ്പിന് ആധാരമായ ബലം ഏതാണ്? ഏതാണ്? ഗുരുത്വാകർഷണ ബലമാണ് സൗരയൂഥത്തിന്റെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള ബലം. 64 ഇടിയും മിന്നലും ഉണ്ടാകുമ്പോൾ ആദ്യം മിന്നൽ ദൃശ്യമാവുകയും തുടർന്ന് ഇടിശബ്ദം കേൾക്കുകയും ചെയ്യുന്നതിന്റെ കാരണം എന്താണ്? എന്താണ് അതിന്റെ കാരണം? പ്രകാശത്തിന് ശബ്ദത്തേക്കാൾ വേഗതയുണ്ട്. 65 കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വരുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ ആണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. ഇന്ത്യയിലെ ആദ്യ അക്ഷര നഗരമായി പ്രഖ്യാപിക്കപ്പെട്ട ജില്ല ഏതാണ്? ഇന്ത്യയിലെ ആദ്യ അക്ഷര നഗരമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് കോട്ടയത്തെയാണ്. ദെൻ ലോക മാനസിക ആരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഒക്ടോബർ 10 തന്നെയാണ് കേട്ടോ. ഒക്ടോബർ 10 ആണ് ലോക മാനസിക ആരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത്, ഒക്ടോബർ 10. ദെൻ 68 ട്രോഫോളജി എന്ന പദം എന്തിനെ സൂചിപ്പിക്കുന്നു? ട്രോഫോളജി എന്ന പദം എന്തിനെയാണ്? പോഷണത്തെക്കുറിച്ചുള്ള പഠനത്തെയാണ് ട്രോഫോളജി സൂചിപ്പിക്കുന്നത്, പോഷണത്തെക്കുറിച്ചുള്ള പഠനം. 69 ധാന്യകത്തിന്റെ വിവിധ രൂപങ്ങൾ ഏതൊക്കെയാണ്? ധാന്യകത്തിന്റെ വിവിധ രൂപങ്ങളായിട്ട് പറയുന്നത് ഏതൊക്കെയാണ്? ഓപ്ഷൻ സി അന്നജം, കൈറ്റിൻ, ഗ്ലൂക്കോസ്, സെല്ലുലോസ് എന്നിവയാണ് ധാന്യകത്തിന്റെ വിവിധ രൂപങ്ങളാണ്. 70 താഴെ തന്നിരിക്കുന്നവയിൽ എയ്ഡ്സിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏതാണ്? തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ എയ്ഡ്സിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന വരുന്ന ഓപ്ഷൻ ഡി ആണ്. എയ്ഡ്സ് സമ്പർക്കം വഴിയോ സ്പർശനം വഴിയോ പകരുന്ന രോഗമാണ് എന്ന് പറയുന്നത് തെറ്റാണ്. 71 അർബുദ രോഗത്തെ നേരത്തെ കണ്ടെത്തി ചികിത്സ ലഭ്യമാക്കുന്ന ബോധവൽക്കരണ പദ്ധതി ഏതാണ്? സ്വാസ്ഥ്യം പദ്ധതിയാണ്. അർബുദ രോഗത്തെ നേരത്തെ കണ്ടെത്തി ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സ്വാസ്ഥ്യം. മലേറിയ രോഗത്തിന് കാരണമായ രോഗകാരി ഏതാണ്? മലേറിയ രോഗത്തിന് കാരണമായിട്ടുള്ള രോഗകാരിയാണ് ഏതാണ്? പ്ലാസ്മോഡിയമാണ് രോഗത്തിന് കാരണമായിട്ടുള്ളത്. 73 ഹൃദയത്തെ ക്യാൻസർ ബാധിക്കുന്നത് അപൂർവങ്ങളിൽ അത്യപൂർവമാണ്, കാരണം എന്താണ്? ഓക്കെ, ഹൃദയത്തെ ക്യാൻസർ ബാധിക്കുന്നത് അപൂർവങ്ങളിൽ അത്യപൂർവമാണ്, അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ശരിയായ ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ഹൃദയകോശങ്ങളിൽ കോശവിഭജനം നടക്കാത്തത് കൊണ്ടാണ്. ദെൻ 74 സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹികാരോഗ്യവും ഉറപ്പുവരുത്താൻ സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാണ്? സീതാലയം പദ്ധതിയാണ് ആരംഭിച്ചിട്ടുള്ളത്. 75 മനുഷ്യ ശരീരത്തിൽ ഇൻസുലിന്റെ സഹായത്തോടെ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റിയ ശേഷം ഏത് അവയവത്തിലാണ് സംഭരിക്കപ്പെടുന്നത്? ഏത് അവയവത്തിലാണ്? കരളിലാണ് ഇത് സംഭരിക്കപ്പെടുന്നത്. ദെൻ കോശത്തിന്റെ ഊർജ നാണയം അഥവാ എനർജി കറൻസി എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണ്? കോശത്തിന്റെ എനർജി കറൻസി എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് അഥവാ ATP. ദെൻ 77 2024 ജനുവരി 16 100-ാം ചരമവാർഷികം ആചരിച്ച മലയാള കവി ആരാണ്? കുമാരനാശാനാണ്. 2024 ജനുവരി 16 100-ാം ചരമവാർഷികം ആഘോഷിച്ച മലയാള കവിയാണ് കുമാരനാശാൻ. 78 രാജ്യാന്തര AI ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം ഏതാണ്? രാജ്യാന്തര AI ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരമാണ് കൊച്ചിയാണ് ഇതിന് വേദിയാകുന്നത്. ദെൻ 79-ാമത്തെ ചോദ്യം ആബേൽ പുരസ്കാരം ഏത് മേഖലയിലെ മികവിനാണ് നൽകുന്നത്? ആബേൽ പുരസ്കാരം നൽകുന്നത് ഏത് മേഖലയിലാണ്? ഗണിതം മേഖലയിലെ മികവിനാണ് ആബേൽ പുരസ്കാരം നൽകുന്നത്. ദെൻ 80-ാമത്തെ ചോദ്യം 2024 വനിതാ ദിനത്തിൽ രാജ്യസഭയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത എഴുത്തുകാരി ആരാണ്? സുധാ മൂർത്തിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ PDF ആവശ്യമുള്ളവർ ഒന്നെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ 7902603384 എന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലായിട്ടുള്ള ആർട്ടോക്സ് PSCയിൽ ജോയിൻ ചെയ്താലും ഇതിൻ്റെ PDF ലഭിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, സി യു.